ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ, പറശ്ശിനിക്കടവ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം അതേ ദിവസം തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കണ്ണൂരുള്ള പെറ്റ് സ്റ്റേഷനിലാണ് കേട്ടോ. മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ ഉള്ളത്. നിങ്ങൾ കണ്ണൂർ പോവുകയാണെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. കുട്ടികളെ കൊണ്ട് പോവുകയാണെങ്കിൽ അവർ ഫുൾ ഹാപ്പി ആയിരിക്കും. അപ്പം നമ്മൾ അവിടെ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുത്ത ആ ഒരു എമൗണ്ടിന് അവർ നമുക്ക് കുറച്ച് പെറ്റ് ഫുഡ് തരും. അതായത് ഫിഷിന് കൊടുക്കുന്ന ഫുഡാണ് തരിക. കൂടെ തന്നെ നമുക്ക് അവിടെയുള്ള ഏതെങ്കിലും ഒരു പെറ്റിനെ എടുത്തിട്ട് ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാനുള്ള ആ ഒരു പാസും കൂടെ തരും കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ടിക്കറ്റിൻ്റെ കൂടെ അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ പോയപ്പോൾ ആദ്യം നമ്മൾ ടിക്കറ്റ് എടുത്ത് എന്നിട്ട് പെറ്റ് ഫുഡും കൂടെ മേടിച്ചിട്ട് നമ്മൾ ഫിഷിന് തീറ്റ കൊടുക്കുവാണ്. ഫസ്റ്റ് ട്രിപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ മാത്രമേ ഫിഷ് ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇല്ല, തീറ്റ മുഴുവൻ ഇവിടെ അങ്ങോട്ട് സപ്ലൈ ചെയ്തിട്ട് പോയി. കയറി പോകുമ്പോൾ തന്നെ നമ്മുടെ ഇങ്ങനെ പറഞ്ഞത് വിളിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ഫിഷസാണ്. അതിന് ശേഷം ഇതേ അകത്തോട്ട് കയറുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. ഒത്തിരി വലിയ വലിയ ഫിഷസ് ഉണ്ട്. എന്നാൽ അരപ്പൈമാമി അങ്ങനെ എന്താണ്ടല്ലോ ഇതിൻ്റെ പേര്. അപ്പം അതുണ്ട്. പിന്നെ വേറെ പേരറിയാത്ത ഒത്തിരി ഫിഷസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ അവിടെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്, കുറേയൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വായിക്കൊള്ളാത്ത പേരുകളാണ് മിക്കതിൻ്റെ ഉള്ളത്. അതുപോലെ തന്നെ കുറേ ബേഡ്സാണ് പിന്നെ നമ്മൾ കാണുന്നത്. അതുപോലെ ഇതുപോലത്തെ വാട്ടർ ബേഡ്സും അല്ലാത്ത ബേഡ്സും ഒക്കെ ആയിട്ട് കുറേ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പറ്റാവുന്ന പേരുകളൊക്കെ ഞാനിത് ഈ വീഡിയോയിൽ കുഞ്ഞുതായിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ അരയന്നങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതുണ്ട്. എല്ലാം തന്നെ നമുക്ക് പോസ് തരുന്നത് പോലെ നമ്മളെ ഒരു പേരിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്ന പോലെ അവിടെ വന്ന് നിന്നിട്ടുണ്ട്. എന്തായാലും അതെനിക്കിഷ്ടമായി കേട്ടോ. മിക്കതും അതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പോസും എന്നെ വേണേൽ ഫോട്ടോ എടുത്തോ എന്നുള്ള നിലയിൽ. അപ്പം കുട്ടികൾക്ക് എന്തായാലും ഹാപ്പി ആയിരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ. കാരണം അവരെന്ന് പറയുന്നത് ഈ നമ്മളെ ഫോട്ടോയിലും വീഡിയോസിലും മാത്രം കാണുന്ന മൃഗങ്ങളെയൊക്കെ അവർക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അവർക്ക് മാത്രമല്ല നമുക്കും ഇതൊക്കെ എങ്ങനെ കാണാൻ പറ്റാനാണല്ലേ. അപ്പം അതൊക്കെ കണ്ടതിൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. പിന്നെ പോകുമ്പോൾ ഈ കിളികളുടെ ശബ്ദം പറയണ്ട, കിലി ബിലി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. കുറേ എണ്ണത്തിൻ്റെ പേരുകളൊക്കെ ഞാൻ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കൂ കേട്ടോ. നിങ്ങൾ കണ്ണൂർ പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്ഥലത്ത് പോയി നോക്കൂ കേട്ടോ. പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നമുക്ക് എന്തായാലും ഇൻട്രസ്റ്റ് ആവും ഈ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് നല്ലൊരു ടൈമൊക്കെ എടുത്ത് കുറച്ചധികം പെറ്റ്സിനെയൊക്കെ നമുക്ക് കയ്യിലെടുക്കാനും നോക്കാനൊക്കെ പറ്റുവാണെങ്കിൽ അത് സ്പെഷ്യൽ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇവിടെയുള്ള മിക്ക ആനിമൽസും ബേഡ്സ് ആണെങ്കിലും നമ്മളായിട്ട് നല്ലതുപോലെ ഇണങ്ങുന്നതാണ് കേട്ടോ. അവർ നല്ലതുപോലെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് നമ്മളതിൻ്റെ അടിയിലൊക്കെ ഇവർ പേര് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു പെറ്റിൻ്റെ പേര് വിളിക്കുമ്പോൾ അതിങ്ങനെ തിരിഞ്ഞു നോക്കും, നമ്മൾ അടുത്തോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പെറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആടുകളും അതുപോലെ തന്നെ ഒട്ടകപ്പക്ഷി അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, അതിന് പ്രത്യേക ഒരു പേരുണ്ട്. ആമിനാന്നും പാത്തുമ്മാന്നും ബീവാത്തുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കും, നമ്മൾ അടുത്തോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നെ കറക്കൂന്നൽ ഒന്ന് മാറ്റി ഇങ്ങോട്ട് നോക്കുവോ? എന്റെ പ്രശ്നം മൂക്കുന്നലും പേരുള്ള ജലദോഷ. ഇനിയിപ്പോൾ ഇതേ ബേഡ്സിൻ്റെയൊക്കെ സെക്ഷൻ കഴിഞ്ഞ് ഇനി മൃഗങ്ങളാണ് കേട്ടോ. എല്ലാം പെറ്റ് ആനിമൽസാണ്. കുതിരയുണ്ട്, അതുപോലെ ഏറ്റവും ചെറിയ പശുവില്ലേ, കുഞ്ഞു പശു, ആ പശു ഉണ്ട്. പിന്നെ ഇത് ഓസ്ട്രിച്ച് ഉണ്ട് കേട്ടോ, ഒട്ടകപ്പക്ഷി. അപ്പോൾ അതിൻ്റെ പേരാണ് കേട്ടോ ഭയങ്കര ഡിഫറെൻറ്റ്. ഉമ്മക്കൊലുസു എന്നാണ് കേട്ടോ പേര്. ഇങ്ങനെയുള്ള പേരൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ ഒട്ടകപ്പക്ഷി നമ്മുടെ ഈ ഒരു ഇന്ത്യയിലോ അല്ലെങ്കിൽ ഈ വേൾഡിൽ തന്നെ കാണില്ല. അത്രയും നല്ല ക്യൂട്ടായ നെയിമല്ലേ. ഇതിനൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഉമ്മക്കൊലുസു എന്ന് വിളിക്കാൻ തോന്നുന്നു. അപ്പം എല്ലാം നല്ല ഇണക്കമുള്ള ആനിമൽസ് ആയതുകൊണ്ട് ആരും ഉപദ്രവിക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മൾ പോകുമ്പോൾ നമ്മൾ അടുത്തോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഒട്ടകമുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമലിന് ഒരു ഓമന പേരുണ്ടായിരുന്നു,
അതിൻ്റെ പേര് എനിക്ക് മറന്നു കേട്ടോ, ഞാൻ എടുത്തിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു മങ്കീസ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഇതേ കുറച്ചുകൂടി ബേഡ്സൊക്കെ ഉണ്ട്. അവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ് കേട്ടോ, നല്ല ഭംഗി. അതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ആ സ്ഥലങ്ങളൊക്കെ നല്ല നീറ്റായിട്ട്, സാധാരണ നമ്മുടെ വീട്ടിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും 2 പൂച്ചയും പട്ടിയും ഉണ്ടെങ്കിൽ തന്നെ അപ്പടി വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും മൃഗങ്ങളെയൊക്കെ ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റും അതിൻ്റെ നീറ്റ്നെസ്സൊക്കെ അടിപൊളിയാക്കി ഇങ്ങനെ സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് നല്ല പണിയുള്ള കാര്യമാണ് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി. പിന്നെ ഇതേ ഈ ഒരു ആട് കേട്ടോ, കാണാൻ നല്ല ക്യൂട്ടല്ലേ, നല്ല രോമമൊക്കെ നിറഞ്ഞ് നല്ല താടിയൊക്കെ വെച്ചുള്ള ആട്. ഇതിൻ്റെ പേരില്ലേ വീർന്നാണ്. അപ്പോൾ നമ്മൾ വീർന്ന് വിളിക്കുമ്പോൾ അതിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ വേറൊരു ആട്, എല്ലാം വഴക്കിട്ട് പോയി ഇരിക്കുമെന്ന് തോന്നുന്നു, എല്ലാം അങ്ങോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പേരില്ലേ പാത്തു എന്നാണ് കേട്ടോ. അതുപോലെ ഇത് ഈ ഒരു ആടിൻ്റെ പേര് ജാക്കബ് എന്നാണ്. അപ്പം അതെല്ലാവരും അങ്ങോട്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ എത്തിയത് ഏകദേശം ഉച്ച സമയത്താണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് മയങ്ങുന്ന ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ് കുട്ടന്മാരൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഇതേ നമുക്കിതുപോലെ ഏതെങ്കിലും ഒരു പെറ്റ്സിനെ എടുത്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളിതേ ഫസ്റ്റ് തന്നെ പോയിട്ട് പാമ്പിനെ തന്നെ അവൻ്റെ തോളിൽ കയറ്റണമെന്ന് ആഗ്രഹം. അപ്പോൾ ശിവനെ പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതേ രണ്ടാമത്തെ ആളും എടുത്തിട്ടുണ്ട്. അതിന് ചെറിയൊരു പേടിയുണ്ടെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇല്ലേ ബേഡ്സിനെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എന്ന് പറയുന്നത് പാമ്പിനെ ഇടാനുള്ളൊരു ധൈര്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ബേഡ്സിനെയാണ് നമ്മളെല്ലാം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ അടുത്ത പ്രാവുകളുടെ സെക്ഷനായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഡോഗ് കൂട്ടന്മാരുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും നല്ല കുംഭകർണ സേവയായിരുന്നു. കാരണം ആ ഉച്ച സമയം ആയപ്പോൾ ഇല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉറങ്ങേണ്ട മൂടായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാ ടൈപ്പ് ഡോഗ്സും ഉണ്ട് കേട്ടോ. നോർമലി നമ്മൾ കാണുന്ന എല്ലാ ഡോഗ്സും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അതൊക്കെ കണ്ടതിന് ശേഷം ദേ നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇതേ ഒരു ആനയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ പിള്ളേർ കുറച്ച് സമയം ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇറങ്ങാറായി. അപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവിടെ ആമക്കുട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഫിഷിൻ്റെ അടുത്താണ് കേട്ടോ. തുടക്കത്തിലും ഒടുക്കത്തിലും ഫിഷ് തന്നെയാണുള്ളത്. പക്ഷേ ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഫിഷാണ്. നമ്മളെ അങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കും ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത്. നമ്മൾ തീറ്റ കൊടുത്തില്ലെങ്കിൽ നമ്മൾ കൈ ചുമ്മാ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ കൈ എവിടെയാണോ ഉള്ളതെന്നനുസരിച്ച് അതിൻ്റെ പിറകെ അങ്ങോട്ട് പോരും. അപ്പോൾ എല്ലാവരും തന്നെ കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് കേട്ടോ അതിനൊന്ന് കാണും അതിനെ തൊടുകയൊക്കെ ചെയ്യുന്നത്. ഈ മീനുകൾക്കില്ലേ പല്ലില്ല പോലും, അതുകൊണ്ട് നമ്മൾ കടിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കൊടുത്താലും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറച്ചധികം സമയം തന്നെ ആ ഫിഷിൻ്റെ അടുത്ത് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അവിടെ തന്നെ നമുക്ക് കൈ കഴുകാനുള്ള വെള്ളവും ഹാൻഡ് വാഷൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കൈയൊക്കെ കഴുകിയിട്ട് പുറത്തോട്ട് ഇറങ്ങാം. അതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ കണ്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് കൈയൊക്കെ നമ്മളിപ്പം പെറ്റ്സിനൊക്കെ തൊട്ടതാണെങ്കിൽ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ അതിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇതേ കുറേ പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പ്രാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണാത്ത ടൈപ്പ് പ്രാവുകൾ എന്ന് തന്നെ പറയാം. നമ്മൾ നോർമലി സാധാ പ്രാവുകളല്ലേ കണ്ടിട്ടുള്ളൂ. ഇതൊരു ഓരോരോ ടൈപ്പ് പ്രാവുകളാണ്. അതിൻ്റെയൊക്കെ പേരുകളോട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനെയും ഒന്ന് കണ്ടു നോക്കി. നമുക്ക് അതിനൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ആദ്യം പാമ്പിനെയും അതുപോലെ തന്നെ ഇഗ്വാന ഉണ്ടായിരുന്നു. ഇഗ്വാനേനെയൊക്കെ നമുക്ക് തൊടുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡോഗ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ പൂച്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ. പേർഷ്യൻ ക്യാറ്റ് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട കുറേ പൂച്ചകളുണ്ടായിരുന്നു. അപ്പോൾ പൂച്ചകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു പൂച്ചയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ധ്യാനത്തിനൊക്കെ ഇരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന പേർഷ്യൻ ക്യാറ്റും അങ്ങനെയുള്ള സാധാ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ വിളിക്കുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ അടുത്ത് വരുമ്പോഴൊക്കെ ഒന്ന് വാലാട്ടം നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഫിഷസ് ഉണ്ടായിരുന്നു കുറേ അധികം തന്നെ. അപ്പം അതൊക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ നാടൻ കോഴികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എലികളുണ്ടായിരുന്നു കേട്ടോ. എലികൾ എന്ന് പറഞ്ഞാൽ സാധാ എലികളല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എലികളുണ്ടായിരുന്നു. നമുക്ക് എന്ന് പറഞ്ഞത് നമ്മൾ കാണുമ്പം തോന്നും നമ്മുടെ വീട്ടിലൊക്കെ കിടക്കുന്ന ചുണ്ടനെലിയും അതുപോലെ കുഞ്ഞെലികളൊക്കെയാണെന്ന്. പക്ഷേങ്കിൽ അതിലും ഡിഫറെൻ്റായ കുറേ വൈറ്റ് എലികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് കുറേ കുട്ടികളൊക്കെ ആയിട്ട് പാൽ കൊടുക്കുന്നതും കിടന്നുറങ്ങുന്നതും വെള്ളം കുടിക്കുന്നതൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ സമയം അവിടെ നിന്നൊക്കെ വെള്ളം കുടിക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. പിന്നെ കുറേ അധികം മുയലുകളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി സാധാരണ കാണുന്നതാണെങ്കിലും നമ്മളിങ്ങനെയൊക്കെ അടുത്ത് കാണുന്നത് എന്ന് പറഞ്ഞത് വളരെ റയറായിട്ടല്ലേ. അപ്പം അതൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ നിന്നൊക്കെ ചുറ്റി കറങ്ങി
അതിനുശേഷം ഇതേ അടുത്തില്ലേ അവിടെ തന്നെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കുഞ്ഞു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൊണ്ട് അവിടെ ഒന്ന് കയറി, നമ്മളെ ഈ ഒരു വഴിയിലൂട്ടിലാണ് പുറത്തോട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് കയറി ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി. വലിയ കുഴപ്പമില്ല, കുറേ സാധനങ്ങളുണ്ട്. കുട്ടികളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരെന്തായാലും എന്തേലും വാങ്ങിപ്പിക്കാണ്ടിരിക്കില്ല. അപ്പോൾ അതൊക്കെ കണ്ട് അതിനുശേഷം നമ്മൾ പതുക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അതിനുശേഷം വേറൊരു സ്ഥലത്തും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.